സാറേ സമരം വിജയിച്ചില്ലെങ്കിൽ ആകെ പ്രശ്നമാകൂട്ടാ. എങ്ങനെ സമരം വിജയിക്കുക? നിങ്ങൾ ഇവിടെ വന്നിരിക്കില്ലേ, പോയിന്നാലും മുദ്രാവാക്യം വിളിക്കേ. സാറെന്താ വിളിക്കാത്തത്? അതിന് എൻ്റെ സംഘടന അല്ലല്ലോ സമരം ചെയ്യണത്. സാറ് കൊല്ലം കൊല്ലം വേറെ വേറെ സംഘടനയിലാണല്ലോ. വെറുതെ എന്നെ കൊണ്ടവരൊന്ന് പറയിപ്പിക്കാന്ന്. ഇതാരാ വരുന്നത്? സമരാണെന്ന് അറിഞ്ഞാലെങ്കിലും ഒന്നും വരില്ല എന്ന് കരുതിയിട്ടാ ബാക്കിയുള്ള അവിടെ വന്നു. ഞാൻ ഇത് ഇവിടുന്ന് അയച്ച നോട്ടീസാണ്. അതിനെന്താ? ഞാൻ 2009 ഞാൻ ഇവിടെ നിന്നൊരു ലോൺ വാങ്ങിച്ചിരുന്നു. അതിന് പശുവിനെ വാങ്ങിച്ച് തൊഴുത്തും കെട്ടി. താൻ തൊഴുത്ത് കെട്ടെ, പശുവിനെ വാങ്ങേ, അതിൽ ആനനെ മേടിച്ച് കെട്ടെ, എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഇവിടെ വന്ന കാര്യം പറ. അതെ സാറേ, ഇത് ഞാൻ ജാമ്യം നിന്നൊരു കേസാണ്. ചേടാ, അതിന് ഞാൻ എന്ത് വേണം? സാറേ, പലതവണ പലിശ അടക്കൽ മുടങ്ങി. അവസാനം അദാലത്തിൽ വന്നിട്ട് ആ പൈസ അടച്ചു. പക്ഷേ എന്നിട്ടും എനിക്ക് നോട്ടീസ് വന്നിരിക്കുകയാണ്. എടോ, തനിക്ക് മലയാളം എഴുത്തുമായനെ അറിയോ? ഞാൻ ഗവൺമെന്റ് സർവീസിലുള്ള ആളാണ്. ആണോ? ഇവിടെ ഒരു നോട്ടീസ് എഴുതി വെച്ചിട്ട് അതൊന്ന് വായിച്ചു നോക്ക്. മാന്യ ഇടപാടുകാരുടെ ശ്രദ്ധയ്ക്ക്, ഒരു വിഭാഗം ജീവനക്കാർ ഇന്ന് പണിമുടക്കിലായതിനാൽ ബാങ്കിന്റെ പ്രവർത്തനം പൂർണ്ണമായി നടക്കുന്നതല്ല. അയ്യോ സാറ് തന്നെ ഇവിടെ നിന്ന് സമരം ചെയ്യാമല്ലോ. എടോ, ഇത് ക്യാഷ് കൗണ്ടറാണ്. തനിക്ക് പൈസ അടക്കാനുണ്ടെങ്കിൽ ഒരു സ്ലിപ്പ് എടുത്ത് ഫില്ല് ചെയ്ത് പൈസ ആയിട്ട് വന്ന് ഇവിടെ അടക്കാം. ഇനി പൈസ എടുക്കണമെങ്കിൽ അത് അപ്പുറത്തെ കൗണ്ടറിലാണ്. അത് ഇന്ന് നടക്കൂല. ആ സാറ് സമരത്തിലാണ്. എടോ, ചില്ല് പൊട്ടിക്കല്ലോ. അപ്പൊ ഇതെവിടെ കാണിക്കും? എടോ, വായ്പാ സെക്ഷൻ അതാണ്. ആ സുഗതൻ സാറിനെ കാണിച്ചാൽ മതി. അവിടെ മുമ്പ് ഒരു സ്ത്രീ ആണിരുന്നത്. ഓഹോ, താൻ സ്ത്രീകളോടെ സംസാരിക്കൂ. ഇത് സർക്കാർ സ്ഥാപനമല്ലേ, ആളുകൾ വരികയും പോവുകയൊക്കെ ചെയ്യും. നീ അങ്ങോട്ട് ചെല്ലേ. സാറേ, എൻ്റെ സ്ഥാപനത്തിൽ ഞാൻ സാറിനേക്കാ മോശമാണ്. ഈ വരുന്ന ആളുകളോടൊക്കെ കുറച്ചും കൂടെ ഒക്കെ മാന്യമായിട്ട് സംസാരിച്ചൂടെ? സാറ് വേണ്ടിച്ചിട്ടല്ല, പുറത്ത് ഞാൻ നല്ല മനുഷ്യനാണ്. ഈ ചില്ലും കൂട്ടിൽ വന്നിരിക്കുമ്പോ ആയിപ്പോണതാണേ. ശരി, കാണിക്കങ്ങോട്ട് കാണിക്ക്. വരെ വിളിക്കാൻ. എന്താ നീ കാണിച്ചത്? ഇത് കൈയിന് സാറിനെ വിളിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു. കൈ ഇങ്ങനെ തട്ടിയിട്ടെല്ലാം ആളെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. അവിടെ സമരം നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും എന്ന് കരുതിയേ. എന്താ കാര്യം? ഇവിടെ അദാലത്ത് നടന്നപ്പോഴത്തേക്ക് കാശടച്ച് പിന്നെ നോട്ടീസ് വന്നു. കാശടച്ചിട്ട് പിന്നെ നോട്ടീസ് വന്നു. ഇത് പറയാനോ ഇത് പറ്റിയിട്ട് സാർ അറിയാതെ തട്ടിപ്പോയതാണ്. സോറി. ഇവിടെ ഒന്നിൽ കൂടുതൽ ലോൺ എടുത്തിട്ട് ഒന്ന് അദാലത്തിൽ ഒത്തുതീർപ്പായെങ്കിലും അടുത്ത ലോൺ ഞാൻ കഴുതി തള്ളാൻ പറ്റില്ല. അല്ല സാറേ, ലോണ് ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ. ഇപ്പൊ പലിശ തന്നെ 90,000 രൂപ അടച്ചു കഴിഞ്ഞു ഇയാള്. നിങ്ങൾ എന്നെ കണക്ക് പഠിപ്പിക്കല്ലേ, ബാങ്കുകാരെ കണക്ക് പഠിപ്പിക്കണ്ട. നിങ്ങൾ അദാലത്തിൽ പങ്കെടുത്തു എന്നുള്ളതിന് എന്താ തെളിവ്? അത് സാറ് ബാങ്കിന്റെ മുമ്പിലുള്ള തെങ്ങയിലും മാവിലൊക്കെ അദാലത്തെന്ന് എഴുതിയിട്ട് ഒരു ബാനർ വലിച്ചു കെട്ടിയിട്ടില്ലായിരുന്നു? കെട്ടി. എന്നിട്ട് ഞങ്ങളെപ്പോലുള്ള കുറെ ആൾക്കാരെ ഒരു ഹാളിൻ്റെ അകത്ത് പിടിച്ച് ഇരുത്തിയിട്ടില്ലായിരുന്നു? കെട്ടി, ഇരുത്തി. പക്ഷെ നിങ്ങൾ അതിൽ ഉൾപ്പെട്ടു എന്നുള്ളത് എന്താ തെളിവ്? അത് ഞാൻ അന്ന് അവിടെ ഒരു ചായയും 4 ബിസ്ക്കറ്റും കഴിച്ചു. ചായയും ബിസ്ക്കറ്റും കഴിച്ച കാര്യമല്ല ലോലിത്. ആ റെസിപ്റ്റ് സാറിന് കാണിച്ചു കൊടുക്ക്. അത് എന്നൊന്നും കാണിക്കണ്ട, അത് മാനേജറെ കാണിച്ചാൽ മതി. സാറേ, ഇത് മലയാളത്തിലാണ്. എടോ, മാനേജറല്ലേ ലോൺ പാസ്സാക്കി തന്നത്, ഞാനല്ലല്ലോ. മാനേജറെ കാണിക്ക്. പിന്നെ ഇത് റെസീറ്റ് മാത്രം കാണിച്ചാൽ പോരാ. അവിടെ ചെന്ന് സത്യസന്ധമായി എന്താണ് ഉണ്ടായതെന്ന് പറഞ്ഞു മനസ്സിലാക്കണം. പുതിയ ആളാ. അടിച്ചല്ലേ?